ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ പ്രിപ്പറേഷൻ ഒരു ഫിഷ് റോസ്റ്റ് ആണ്. അതിനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന ഫിഷ് ഇത് പോംഫ്രറ്റ് ആണ്. ഒരു ഈസി വേയിലാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ രുചികരമായിട്ടാണ് അത് കിട്ടുന്നത്. ഈ ഫിഷ് ഇനി ക്ലീൻ ആക്കാൻ പോകുന്നു. അതിനുശേഷം ഇതിൻ്റെ ആവശ്യത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. മീൻ ക്ലീൻ ആക്കി ഇങ്ങനെ വരഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ചെയ്യണം. ഇതിനെയും അരച്ചു പുരട്ടുന്നില്ല ഇപ്പോൾ. ഇങ്ങനെ ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇതിന് വഴറ്റി ചേർക്കാനുള്ള ഐറ്റങ്ങളാണിത്. ഒണിയൻ, ഒരു ചെറിയ ഒണിയൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ഒരു റൈപ്പ് ടൊമാറ്റോ ആൻഡ് ലൈം ഒരു ഹാഫ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ജ്യൂസ് എടുക്കും. അത് കഴിഞ്ഞ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇരിക്കുന്നത്. സെപ്പറേറ്റ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓരോ ടീസ്പൂൺ വീതമുണ്ട്. അതുപോലെ ചില്ലി പൗഡർ ആൻഡ് ടർമറിക്, കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് കറി ലീഫ്. ഇനിയുള്ള സാധനങ്ങളൊക്കെ അന്നേരം കാണിക്കുന്നതായിരിക്കും. പാൻ അടുപ്പേ വെച്ച് ചൂടായി. അതിലേക്ക് കനോള ഓയിൽ ഒഴിക്കുന്നു. 2 or 3 ടേബിൾ സ്പൂൺ കനോള ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് കറി ലീഫ് ആൻഡ് ഒണിയൻ ചേർക്കുന്നു. ഒണിയൻ ചെറുതായിട്ടൊന്ന് വഴറ്റുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ഈ കൂട്ടൊരു ലൈറ്റ് ബ്രൗൺ ആക്കണം. അധികം എണ്ണ ചേർക്കാതെ ഇരിക്കാനാണ് ഇങ്ങനെ ഫിഷ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. കൂട്ടൊരു ലൈറ്റ് ബ്രൗൺ ആയപ്പോൾ ടൊമാറ്റോ ചേർക്കുന്നു. ഈ കൂട്ടിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർക്കുന്നു. 1 ടീസ്പൂൺ പപ്രിക്ക പൗഡർ ആൻഡ് ഹാഫ് എ ടീസ്പൂൺ ഫെനൽ സീഡ് പൗഡർ. പാകത്തിന് സോൾട്ട് ചേർത്ത് നല്ലതുപോലെ എണ്ണ തെളിയുവോളം വഴറ്റുക. ലൈം ജ്യൂസ് ചേർക്കുന്നു. വഴറ്റിയ കൂട്ടിലേക്ക് 3 ടേബിൾ സ്പൂൺ വാട്ടർ ചേർക്കുന്നു. ഈ കൂട്ട് നല്ലതുപോലെ കുറുകുമ്പോൾ ഫിഷ് അതിൻ്റെ മിഡിലേക്ക് വയ്ക്കുക. സൈഡിൽ നിന്ന് ആ കൂട്ട് ഇങ്ങനെ ഫിഷിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ പിടിപ്പിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ച് കുക്ക് ചെയ്യുക. ഇതിനി ഒന്ന് ഫ്ലിപ്പ് ചെയ്തിടുന്നു. ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം മസാല നല്ലതുപോലെ അതിൻ്റെ പുറത്തേക്ക് വെച്ച് വീണ്ടും കവർ ചെയ്ത് കുക്ക് ചെയ്യണം. ബോത്ത് സൈഡ് ഫ്ലിപ്പ് ചെയ്ത് ലൈറ്റ് ബ്രൗൺ ആക്കി എടുക്കണം. ഫിഷ് ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഗ്രേവി എല്ലാം അതിൽ കോരി വയ്ക്കുക. ഞങ്ങളുടെ കുഞ്ഞു വാഴയിൽ നിന്നൊരു ഇല വെട്ടി അതിലാണ് റോസ്റ്റ് ഫിഷ് വെച്ചിരിക്കുന്നത്. മസാല ഫിഷ് റോസ്റ്റ് റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്.